ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജി. നിങ്ങളുടെ ഫോൺ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ, ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കായി എൻ്റെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്കെല്ലാവർക്കും മൊബൈൽ ഫോൺ ഇപ്പോൾ അത്യാവശ്യമായിട്ടാണ് ഉള്ളത്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, സാമ്പത്തിക ഇടപാടുകൾ, പിൻ നമ്പറുകൾ എല്ലാം നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാം മറ്റുള്ളവർ അത് നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുകയുള്ളൂ. പല ബഗ്സുകളും അനുഭവപ്പെട്ടേക്കാം. നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകളിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ, അതിലെല്ലാം നമ്മൾ അറിയാതെ ലിങ്ക്, അതുപോലത്തെ എന്തെങ്കിലും പോസ്റ്റുകൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ ഫോണിലെ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നതിലധികം അതിൽ നിന്ന് ഷോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിലെ ഡാറ്റ, മൊബൈൽ ഡാറ്റ കൂടുതൽ നഷ്ടപ്പെടാം. അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അതിനാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ എന്ന് കാണാം. ആ ഗൂഗിൾ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കാണാൻ കഴിയും ആൾ സർവീസ് എന്ന് കാണാൻ കഴിയും. ആ ആൾ സർവീസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും അൺനൗ ട്രാക്കിംഗ് അലർട്ട് എന്ന് കാണാൻ കഴിയും. നമ്മളെ ഫോൺ അറിയാതെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കാണിക്കുന്നത് ലൊക്കേഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ലൊക്കേഷൻ ഓൺ ചെയ്യാനുള്ളത് നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്യുക. അങ്ങനെ ലൊക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കാണിക്കും സ്കാൻ നൗ. സ്കാൻ നൗ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കാണാൻ കഴിയും. നമ്മളെ ഫോണിൽ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കാണാൻ കഴിയും. നമ്മൾ ആദ്യം അത് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ നോ ട്രാക്കിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫോൺ ആരും ട്രാക്ക് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഫോണിലെ ഡാറ്റ ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളുടെ ഫോൺ സ്കാൻ ചെയ്യുക. അതിന് ഒരു മാർഗമുണ്ട്, സ്കാൻ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റോറേജ്, മെമ്മറി, ബാറ്ററി, ആപ്ലിക്കേഷൻ എന്നെല്ലാം കാണാം. ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണെല്ലാം സ്കാൻ ചെയ്യുക. കുറച്ച് സമയം പിടിക്കും. അപ്പോൾ കുറച്ച് സമയം പിടിച്ചിട്ട് അത് ഫുള്ളായിട്ട് സ്കാൻ ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഇതുണ്ടോ, ബഗ്സ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് സ്കാൻ ചെയ്യും. അതിനുശേഷം നമ്മളുടെ ഫോണിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ അവിടെ നോ ഫോണ്ട് എന്ന് കാണിക്കും. അപ്പോൾ അത് നമ്മുടെ ഫോണിലൊന്നും പ്രശ്നമില്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഫോൺ യൂസ് ചെയ്യും. ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ വണക്കം.